guys, Assalamu alaikum, welcome back to my YouTube channel. So ഇന്നത്തെ ദിവസം ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം എനിക്ക് മറ്റുള്ളവരോട് എന്താ ഫീൽ ചെയ്യുന്ന സെയിം കാര്യം മറ്റുള്ളവർക്കും ചിലപ്പോൾ ഫീൽ ചെയ്തേക്കാം. സോ അത് ജസ്റ്റ് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ ഐ ഡോണ്ട് നോ, ഇപ്പോൾ നമ്മുടെ മുമ്പുണ്ടായിരുന്ന ജനറേഷൻസിന് അങ്ങനെ ഫീൽ ഉണ്ടാവുമല്ലോ, ഐ ഡോണ്ട് നോ. പക്ഷേ ആസ് എ പേഴ്സൺ ഹു ഹാവ് ADHD ആൻഡ് എല്ലാവരും പറയും മടിയാണ്. ഓക്കെ, മടി എന്ന പേര് പറയുകയാണെങ്കിൽ തന്നെ ഇറ്റ്സ് വൺ ഓഫ് ദാറ്റ് ഡേയ്സ്. പുറത്തിറങ്ങണമെന്നുണ്ട്, കോളേജിൽ പോകണം, എല്ലാം ഒരുങ്ങി, പക്ഷേ യു ഡോണ്ട് ഹാവ് ദാറ്റ് എനർജി. ഉള്ളിൽ ആ ഒരു എനർജി ഇല്ല പുറത്തേക്ക് പോവാൻ. ഡോറിൻ്റെ പുറത്തേക്ക് കാലുത്താനുള്ള എനർജി ഇല്ല. സോ ഞാൻ ഫുള്ള് റെഡിയായി, ഔട്ട്ഫിറ്റ് ഇട്ടു, മേക്കപ്പ് ഇട്ടു, എല്ലാം റെഡിയായി. ഐ ഈവൻ ഡിഡ് എ സ്റ്റാർ, ഐ ഡോണ്ട് നോ വൈ. സോ അങ്ങനത്തെ ഒരു ദിവസമാണ്. ഐ ഡോണ്ട് നോ ഇഫ് എനിവൺ എൽസ് ഫീൽസ് ദാറ്റ്. പക്ഷേ ഒരു കുറച്ച് കാലമായി എനിക്കത് ഫീൽ ചെയ്യുന്നു. ഞാൻ പോവലുണ്ട്, പക്ഷെ ഇന്ന് ഐ ഡോണ്ട് തിങ്ക് ഐ വിൽ ബി ഗോയിങ്. ഐ വിൽ ബി ഡൂയിങ് മൈ അസൈൻമെൻറ്റ്സ് ഫ്രം ഹോം. പക്ഷേ ഐ വോണ്ട് ടു ടെൽ ദാറ്റ്. ആൻഡ് ഓൾസോ ഇപ്പോൾ നമ്മുടെ ചില ആൾക്കാർ ഞാൻ കണ്ടിട്ടുണ്ട്, നമ്മുടെ ജനറേഷൻസ് ജെൻസിയിലുള്ളവർ തന്നെ നിനക്ക് മടിയാണ്, അതാണ് ഇതാണെന്ന് പറയും. മടി എന്നുള്ള പേര് മാത്രമാണത്. ആക്ച്വലി ദാറ്റ്സ് എ പ്രോബ്ലം ഓഫ് ADHD. അതിനെക്കുറിച്ച് ആരും സ്പീക്കപ്പ് ചെയ്യൂല. ആൻഡ് ഓൾസോ കുറേ പേർക്ക് ഞാൻ കണ്ടത് വെച്ച് കുറേ പേർക്ക് ADHD ഇഷ്യൂസ് ഉണ്ട്. ആരും തുറന്ന് പറയൂല. എല്ലാവരും മടി കാരണമാണ്. മടി ഈസ് ജസ്റ്റ് എ ടേം. എനിക്ക് മനസ്സിലായ രീതിയാണ് ഞാൻ പറയുന്നത്. സോ എങ്ങനെയാ അപ്പോൾ അത് എക്സ്പ്രസ് ചെയ്യേണ്ടതെന്ന് തന്നെ അറിയില്ല. ഞാൻ പെട്ടെന്നുണ്ടായ ഒരു ഇതിൽ വീഡിയോ എടുക്കുകയാണ്. മേ ബി ഞാൻ പോസ്റ്റ് ചെയ്യും, മേ ബി പോസ്റ്റ് ചെയ്യൂല, ഇറ്റ് ഡിപ്പെൻഡ്സ്. സോ ബൈ ദ വേ വാട്ട് ഐ എം സേയിങ് ഈസ്, ഈ മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് I have ADHD, I have anxiety a lot. അങ്ങനത്തെ ഇഷ്യൂസ് ഉള്ളിൽ വെച്ച് നടക്കുന്ന ആൾക്കാർ, പ്ലീസ് സ്പീക്ക് അപ്പ്. ദാറ്റ്സ് ബെറ്റർ ഫോർ യു ആൻഡ് യുവർ ഹെൽത്ത്. ഓക്കെ, ഞാൻ എന്തിനാ ഇത് ഈ ഒരു വീഡിയോ ഉണ്ടാക്കുന്നതെന്ന് എനിക്കറിയില്ല. എന്തോ പറയാൻ തോന്നി, ഞാൻ പറഞ്ഞു. സോ ജസ്റ്റ് സ്പീക്ക് അപ്പ്. എനിക്ക് ADHD ഇഷ്യൂസ് ഉണ്ടായതുകൊണ്ടാണ് ഇങ്ങനെ ഫങ്ഷൻ ചെയ്യാൻ പറ്റാത്തത്. ADHD ചിലർക്ക് പല ടൈപ്പിലുണ്ടാവും. ഫോർ എക്സാമ്പിൾ ഫോർ മീ, എനിക്ക് പ്രൊഡക്റ്റീവ് ആവണം എന്നുണ്ട്, പക്ഷെ ഐ കാൺ ഡൂ ഇറ്റ്. ഐ ഡോണ്ട് ഹാവ് ദാറ്റ് എനർജി. പുറത്തേക്ക് ആ ഒരു എനർജി വരുന്നില്ല ആ ഒരു സംഭവം ചെയ്യാൻ. ബട്ട് ഐ റിയലി വോണ്ട് ടു ഡൂ ഇറ്റ്. അതിനൊരു മോട്ടിവേഷൻ പോലെ ഒരു സംഭവത്തിന് വേണ്ടി ഞാൻ കാത്തിക്കുക. പക്ഷെ ഐ ഡോണ്ട് നോ വെയർ ദാറ്റ് മോട്ടിവേഷൻ കംസ് ഫ്രം. അപ്പോൾ ഒരാൾ കം ഓൺ യു ക്യാൻ ഡൂ ഇറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും വി കാൺ ഡൂ ഇറ്റ്. ഐ ഡോണ്ട് നോ, എല്ലാവർക്കും അങ്ങനാണോ അല്ലയോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഐ ഹവ് ഹേർഡ് മറ്റു ചിലവർക്ക് പ്രൊഡക്റ്റ് വായിക്കൊണ്ടേയിരിക്കും, വെറുതെ നിൽക്കാൻ കഴിയൂല. സെയിം ടൈമിൽ ഒരു കുറേ സംഭവങ്ങൾ ചെയ്യും, മൾട്ടി ടാസ്കിങ്. സോ സംടൈംസ് എനിക്ക് അതും ഉണ്ടാവുന്നുണ്ട്. I'll be multitasking a lot. പക്ഷെ വല്ലപ്പോഴും എനിക്ക് ആ ഒരു സംഭവം ഉണ്ടാവുള്ളൂ. ഇപ്പോൾ എന്താ പറയുക, ഐ ഡോണ്ട് നോ ഹൗ ടു എക്സ്പ്ലെയിൻ ദാറ്റ് ഫീലിംഗ്. എല്ലാവർക്കും മനസ്സിലാവില്ല. നമ്മളിപ്പോൾ എത്ര സ്പീക്കപ്പ് ചെയ്യാൻ നോക്കിയാലും മിക്ക ആൾക്കാർക്കും മനസ്സിലാവില്ല. നമ്മളെത്ര ADHD ഇതൊക്കെ നിൻ്റെ തോന്നല. ഞാൻ എത്രയോ പേര് എന്നോട് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ആരാ പറയുന്നത് എന്താ പറയുന്നത് ഞാൻ പറയില്ല. പക്ഷെ എത്രയോ പേര് എന്നോട് പറഞ്ഞിട്ടുണ്ട്, നിൻ്റെ തോന്നലാണ്, നീ ഇതൊക്കെ ഓരോ തല ചിന്തിച്ച് കൂട്ടാണ്. ഓക്കെ, ഓവർ തിങ്കിങ് വേറൊരു സംഭവമാണ്. അതും ആരും മര്യാദ സംസാരിക്കില്ല. ഓവർ തിങ്കിങ്ങും ഒരു ടോക്സിസിറ്റി പോലെയാണ് എല്ലാവരും പറയുക. പക്ഷെ ഇറ്റ്സ് നോട്ട്
ലൈക്ക് ദാറ്റ്. നമ്മുടെ മൈൻഡ് നമ്മൾക്ക് ഒരിക്കലും കൺട്രോൾ ചെയ്യാൻ കഴിയൂല. മൈൻഡ് ലൈക്ക് സബ്കോൺഷ്യസ്ലി നമുക്ക് ഒരിക്കലും ഒന്നും കൺട്രോൾ ചെയ്യാൻ കഴിയൂല. ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് ഓൺ അവർ മൈൻഡ്. ലൈക്ക് മൈൻഡ് ഗെയിം പോലെയാണ്. സോ ലൈക്ക് വേറെയും പല ടൈപ്പ് മെൻ്റൽ ഹെൽത്ത് ഡിസോർഡേഴ്സ് ഉണ്ട്. ഐ ഡോണ്ട് നോ കുറേ എണ്ണം. ആകെ അറിയുന്ന ഇസ് ലൈക്ക് ADHD, OCD ആൻഡ് സം ഓഫ് ദാറ്റ്. അങ്ങനത്തെ കുറച്ചൊക്കെ അറിയുള്ളൂ. ആൻഡ് അങ്ങനത്തെ മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് ലൈക്ക് നമ്മൾ മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുമ്പോൾ ചില മെൻ്റൽ ഹെൽത്ത് എന്താ പോലും അറിയാത്ത ആൾക്കാർ പറയുമോ എനിക്ക് മെൻ്റലാണ്. ഇറ്റ്സ് നോട്ട് ദാറ്റ്. അത് ഇറ്റ്സ് അബൌട്ട് അവർ ഹെൽത്ത്. നമ്മൾ ഇപ്പോൾ മുതിർന്ന ആൾക്കാർ നമ്മൾ പറയുന്നത് കേട്ടിട്ടുണ്ട്, സമാധാനമാണ് ഇമ്പോർട്ടൻറ്റ്. സമാധാനം വേണം ലൈഫിൽ. ടെൻഷൻ അടിച്ച് നടക്കരുത്. എപ്പോഴും ഹാപ്പി ആയിട്ട് സമാധാനമായിട്ട് ജീവിക്കണം. സമാധാനം പറയുന്നത് എന്താ? മെൻ്റൽ ഹെൽത്ത്. അത് നമ്മുടെ മെൻ്റൽ ഹെൽത്ത് റെഡി ആകുമ്പോഴാണ് നമ്മൾ സമാധാനത്തോടെ നിൽക്കുക, പീസാവുക. പക്ഷേ സംടൈംസ് ഒരു സ്കൂൾ കുട്ടി, ഇന്നത്തെ കാലത്ത് ഒരു ടീനേജർ സ്കൂൾ കുട്ടി അല്ലെങ്കിൽ ഒരു കോളേജിൽ പഠിക്കുന്ന, കോളേജും കഴിഞ്ഞ് വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഇന്നത്തെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ കൊണ്ടാണോ എന്തുകൊണ്ടാണെന്ന് നമുക്ക് തന്നെ അറിയില്ല. മേ ബി മുമ്പത്തെ ആൾക്കാർ ഇതെന്താ അറിയാണ്ട് ഇതൊക്കെ അവരുടെ പ്രശ്നമാണെന്ന് വിചാരിച്ചിട്ട് പുറത്ത് പറയാണ്ടെന്ന ആൾക്കാരുണ്ടാവും. പക്ഷെ മേ ബി അതാവാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഇത് നമ്മുടെ ലൈഫ് സ്റ്റൈലാവാം. ഐ ഡോണ്ട് നോ. പക്ഷേ എന്തുണ്ടായാലും സ്പീക്കപ്പ് അബൌട്ട് യുവർ മെൻ്റൽ ഹെൽത്ത്. ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. കാരണം ഐ ഹാവ് സീൻ എ ലോട്ട് ഓഫ് പീപ്പിൾ ഗോയിങ് ത്രൂ ദർ ബാഡ് ടൈംസ്. ലൈക്ക് ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല അവരുടെ ലൈഫ്. നമ്മൾ പുറത്തുനിന്ന് കാണുമ്പോൾ ഒന്നും ഒരു പ്രശ്നവും ഇല്ലാത്ത ആൾക്കാരായിരിക്കും. ഈവൻ മീ, എൻ്റെ ലൈഫ് പുറത്തുനിന്ന് ഒരാൾ കാണുമ്പോൾ എന്താ എനിക്കെന്തിനാ അത്ര പ്രശ്നം, ലൈക്ക് എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല, പക്ഷേ ഞാൻ എന്തിനാ ഇങ്ങനെ നടക്കുന്നത്, ഞാൻ എന്തിനാ ഇങ്ങനെ പറയുന്നതെന്ന് വരെ ഓരോരുത്തർ ആലോചിച്ച് പോകും. ആക്ച്വലി ഒന്നും ഉണ്ടാവില്ല. പക്ഷേ ഇറ്റ്സ് ഓൾ അബൌട്ട് ആ മൈൻഡ്. എന്താ പ്രശ്നം, എന്താ സംഭവം നമുക്ക് തന്നെ അറിയണ്ടാവില്ല. സോ ഐ ഹാവ് നെവർ ബീൻ ഡയഗ്നോസ്ഡ് ഫോർ ADHD or stuff. I wish I could, but I don't know if I can or something. So what I wanted to say is, എനിക്കെന്നെ അറിയില്ല ഞാൻ എന്താ സംസാരിക്കുന്നത്. ലൈക്ക് പെട്ടെന്ന് ഒരു തോന്നലിൽ എടുത്തൊരു വീഡിയോ ആണ്. സോ ജസ്റ്റ് സ്പീക്ക് അപ്പ്. എന്ത് മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായാലും ജസ്റ്റ് സ്പീക്ക് അപ്പ്. ഇഫ് യു ആർ ഫീലിംഗ് ഡൗൺ മെൻ്റലി, ജസ്റ്റ് സ്പീക്ക് അപ്പ്. if you don't want others to know that you are having this kind of issues, ജസ്റ്റ് നമുക്ക് എപ്പോഴും ഒരു ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രണ്ട് ഉണ്ടാവൂലേ, ഫ്രണ്ടോ പാർട്ട്ണറോ ആരോ ആയിക്കോട്ടെ, ഈവൻ അവർ പാരൻസ്, നമുക്ക് അത്രയ്ക്കും ട്രസ്റ്റോടെ സംസാരിക്കാൻ പറ്റുന്നവരാണെങ്കിൽ ജസ്റ്റ് ടെൽ ദം ദാറ്റ് യു ആർ ഫീലിംഗ് ദിസ്. ഇറ്റ്സ് അബൌട്ട് യുവർ ഫീലിങ്സ്. ലൈക്ക് ജസ്റ്റ് ടെൽ ദം ലൈക്ക് ഡോണ്ട് ഇൻറ്ററപ്റ്റ്, ഞാൻ സംസാരിച്ചോട്ടെ, എനിക്കിങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ട്. ജസ്റ്റ് ട്രൈ ടു ടോക്ക് അബൌട്ട് ഇറ്റ്. ഒന്ന് സംസാരിക്കുമ്പോഴത്തേക്കും യു വിൽ ഫീൽ എ ലോട്ട് ലൈക്ക് കാമായി, നമ്മുടെ മൈൻഡ് നല്ലോണം തോന്നും. ആൻഡ് മേ ബി ഈവൻ അങ്ങനെ ആരും ഇല്ല സംസാരിക്കാൻ, ആരും എന്നെ മനസ്സിലാക്കൂല എന്നുള്ള ഫീലിംഗ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ടോക്ക് ടു യുവർ സെൽഫ്. ഗോ ഇൻ ഫ്രണ്ട് ഓഫ് എ ക്യാമറ ഓർ ഗോ ഇൻ ഫ്രണ്ട് ഓഫ് എ മിറർ ആൻഡ് ടോക്ക് ടു യുവർ സെൽഫ്. ചിലർ വിചാരിക്കും യുവർ ഭ്രാന്താണ്, നിനക്ക് ഭ്രാന്താന്നൊക്കെ വിചാരിക്കും. മറ്റുള്ളവരുടെ മുമ്പൊന്നും ചെയ്യണ്ട. ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ ജസ്റ്റ് ഡൂ ദാറ്റ്. ഒരു സമാധാനമാണ്. ഈവൻ നൗ ഞാൻ ഈ ഫോണിലേക്ക് നോക്കി സംസാരിക്കുമ്പോൾ ഐ എം ഫീലിംഗ് ദാറ്റ് കാം. ഐ ഡോണ്ട് നോ വൈ. സോ ജസ്റ്റ് ടോക്ക് അബൌട്ട് ഇറ്റ്. അപ്പം ഇറ്റ്സ് ഹാർഡ് സംടൈംസ്. ഉള്ളിൽ തന്നെ എല്ലാ വിഷമങ്ങളും ഒതുക്കി വെക്കുന്ന കുറേ ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ലൈക്ക് നമുക്കൊന്നും വലിയ വിഷമല്ല, നമ്മൾക്ക് സ്വർഗത്തിലാന്ന് വരെ തോന്നിപ്പോവും അവരുടെ വിഷമം കേട്ടാൽ. സോ ജസ്റ്റ് സ്പീക്ക് അപ്പ്. എന്തുണ്ടെങ്കിലും ജസ്റ്റ് സ്പീക്ക് അപ്പ്. അല്ലെങ്കിൽ ജസ്റ്റ് ടെൽ സംവൺ യു ട്രസ്റ്റ് എ ലോട്ട്. ആൻഡ് ഓൾസോ സംടൈംസ് നമ്മൾ അത്രയ്ക്കും ട്രസ്റ്റ് ചെയ്യുന്ന ഒരാൾ നമ്മളെ മനസ്സിലാക്കണം എന്നില്ല. സോ അത് കാരണം നമ്മൾ ഒരിക്കലും ഡൗൺ ആവരുത്.
ദർ വിൽ ബി സമ്മൺ എൽസ് നമുക്ക് എപ്പോഴും ഒരു സപ്പോർട്ടിന് ഉണ്ടാവുന്നത്. മേ ബി നമ്മൾ തന്നെ വിചാരിക്കണം, ചിലവർ വിചാരിക്കും എൻ്റെ പാരൻസ് എന്നെ ഒരിക്കലും മനസ്സിലാക്കൂല. നോ, നമ്മുടെ പാരൻസ് ആയിരിക്കും ചിലപ്പോൾ നമ്മളെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുന്നുണ്ടാവുക. നമ്മൾ ജസ്റ്റ് കൺവേ ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവുള്ളൂ. ലൈക്ക് അങ്ങനെ നമ്മൾ ചിലപ്പോൾ ഒന്നും സംസാരിക്കാണ്ട് ഉള്ളിൽ വെച്ച് നടന്നാൽ നമുക്ക് മനസ്സിലാവില്ല ആരാ നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവാന്ന്. നേരെ മറിച്ച് നമുക്കൊരു പ്രശ്നം വരുമ്പോഴേ ആരൊക്കെ നമ്മുടെ കൂടെ ഉണ്ട് നമുക്ക് കറക്റ്റ് മനസ്സിലാവുള്ളൂ. സോ ഇറ്റ്സ് ഓൾ അബൌട്ട് നമ്മുടെ മെൻ്റൽ ഹെൽത്ത്. ഇറ്റ്സ് സോ ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് ആൾക്കാർ സംസാരിക്കുന്നുണ്ടെങ്കിലും മെൻ്റൽ ഹെൽത്ത് ഇസ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നുണ്ടെങ്കിലും there's not much of people, like especially my age, like ഒരു 18, 19, 20, 21 ഈ ഒരു ഏജ് ഗ്യാപ്പിൽ ലൈക്ക് ഇറ്റ്സ് സോ ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ ഈ പ്രായം നമ്മൾ അടിച്ചു പൊളിക്കേണ്ട പ്രായമാണ് നമ്മുടെ മുതിർന്നവരെപ്പോഴും പറയും. പക്ഷെ അടിച്ചു പൊളിക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള സങ്കടം പുറത്ത് ഒരാളോട് പറയുക. ലൈക്ക് പറഞ്ഞാലേ നമുക്ക് ആ ഒരു സമാധാനം കിട്ടും, കുറച്ചെങ്കിലും ഒരു പീസ് ഓഫ് മൈൻഡ് കിട്ടും. ആൻഡ് ഇഫ് യു ക്യാൻ, നിങ്ങൾക്ക് അത്രയ്ക്കും ഭയങ്കര ഒരു സങ്കടം, തീരെ സഹിക്കാൻ പറ്റാത്തൊരു സങ്കടം പോലെ ഉള്ളിൽ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, ലൈക്ക് ആരോടും പറഞ്ഞിട്ടും കാര്യമല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, ഗോ ഫോർ തെറപ്പി. ദാറ്റ്സ് ദ ബെസ്റ്റ് ഓപ്ഷൻ എവർ. പിന്നെ സംടൈംസ് ഓക്കെ, തെറപ്പി ഈസ് എക്സ്പെൻസീവ് സംടൈംസ്. ലൈക്ക് എല്ലാവർക്കും അത് അഫോർഡ് ചെയ്യണമെന്നുമില്ല. സോ ജസ്റ്റ് ഇറ്റ്സ് ബെറ്റർ ടു ടോക്ക് ടു എ ഫ്രണ്ട് ഓർ someone you can trust on. That's it. I don't know what else to talk. Like ഞാൻ പറഞ്ഞത് തന്നെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. So that's it for today. I don't know why I made this video. I felt like ഇങ്ങനെ സംസാരിക്കാൻ തോന്നി, അതുകൊണ്ട് സംസാരിച്ചു. നോർമലി ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആകെ 2 വീഡിയോസ് എൻ്റെ വ്ളോഗ്സിലുള്ളൂ. ഡേ ഇൻ മൈ ലൈഫ് വീഡിയോസൊക്കെ ഞാൻ ഇടുള്ളൂ. I don't know why I did this, but it felt right. So ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഇഫ് യു ഗോട്ട് എ ലിറ്റിൽ മോട്ടിവേഷൻ എന്ന് പറയാനില്ല, സംതിങ് ഗുഡ് ഫീൽ ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുള്ള ആളാണ്, എന്തെങ്കിലും സംസാരിക്കണം, ആരോടെങ്കിലും പറയാൻ ഉള്ള ഒരു കറേജ് നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞൊരു വീഡിയോ കാരണം തോന്നുകയാണെങ്കിൽ, just comment below. Okay, so like, comment, subscribe എപ്പോഴും പറയാനേ പറയാനുള്ളൂ. Thank you, bye, I love you guys.